ലോകത്തിനുള്ള ഭാരതത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ധർമ്മം എന്ന സങ്കല്പമെന്ന് ആത്മീയാചാര്യൻ സ്വാമി ചിദാനന്ദപുരി ഉദുമ മാങ്ങാട് മോലോത്തുങ്കൽ ശ്രീ ബാലഗോപാല ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ലോകത്തിന് ഭാരതം നൽകിയ സംഭാവനകൾ അളവറ്റതും അമൂല്യവുമാണെന്നും അതിൽ ഏറ്റവും വലുത് ധർമ്മം എന്ന സങ്കല്പമാണെന്നും പ്രശസ്ത ആത്മീയാചാര്യനും കോഴിക്കോട് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. ഉദുമ മാങ്ങാട് മോലോത്തുങ്കൽ ശ്രീ ബാലഗോപാല ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും അനുഷ്ഠിക്കേണ്ടത് ഒരേ ധർമ്മമല്ലെന്നും ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഓരോ ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടതെന്നും സ്വാമി പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശേഷിച്ചും എക്കാലവും സാമാന്യമായും ഏറ്റവും പ്രസക്തമായ ശബ്ദമാണ് ധർമ്മം എന്നുള്ളത്. ഒരല്പം കൂടി കടന്നു പറഞ്ഞാൽ ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനോ ചുരുക്കി പറയാനോ സാധ്യമല്ല. വ്യത്യസ്ത ശാസ്ത്ര മേഖലകളിൽ അത് ആരോഗ്യ സംബന്ധമാകട്ടെ, അത് വാന നിരീക്ഷണമാകട്ടെ, അത് ഗണിതശാസ്ത്രമാകട്ടെ, രസതന്ത്രമാകട്ടെ, മറ്റേത് ഭൗതിക ശാസ്ത്രത്തിൻ്റെ വിഭാഗങ്ങൾ എടുത്താലും ഭാരതം നൽകിയിട്ടുള്ള സംഭാവനകളെ എണ്ണി പറഞ്ഞു ഒതുക്കാൻ കഴിയില്ല. അത്ര വിപുലമാണ്. അതിനെയൊക്കെ ആദരിച്ചും അതെല്ലാം നൽകിയ ഋഷീശ്വരന്മാരെ നമസ്കരിച്ചും ഒരു സന്ദേഹവുമില്ലാതെ പറയാം, ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന നിസ്സംശയമായും ധർമ്മം എന്നുള്ള സങ്കല്പമാണ്. സന്നിധിയിലെത്തിയ സ്വാമിയെ പുഷ്പവൃഷ്ടിയോടെയാണ് ക്ഷേത്രത്തിലേക്കും തുടർന്ന് വേദിയിലേക്കും ആനയിച്ചത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധർമ്മസന്ദേശം എന്ന പേരിൽ നടത്തിയ പ്രഭാഷണ സദസ്സിന് സമാരംഭം കുറിച്ച് ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രികൾ ഭദ്രദീപം തെളിയിച്ചു. പൊയ്നാച്ചി ചിന്മയ മിഷനിലെ സ്വാമി തത്വാനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തി. പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര ഘടകത്തിലെ ആചാരസ്ഥാനികരായ സുനീഷ് പൂജാരി, കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ നായത്താർ എന്നിവർ അതിഥികളായി പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ അമരാവതി, സെക്രട്ടറി രാജഗോപാലൻ, ട്രഷറർ മോഹനൻ, മാധവൻ നായർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി പ്രായഭേദമന്യേയുള്ള നിരവധി ആളുകൾ പ്രഭാഷണം കേൾക്കാനെത്തി. ഇവർക്ക് ക്ഷേത്രം വകയായി ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉദുമ.